ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് എത്ര ദിവസം വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി 4 മണി പലഹാരവുമായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് റവ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊന്ന് പരിചയപ്പെടാം. 1 കപ്പ് മൈദ, പഞ്ചസാര, 2 കപ്പ് റവ, 6 കോഴിമുട്ട, ഉപ്പ്, അപ്പസോഡ, നെയ്യ്. ഞാനിവിടെ 2 കപ്പ് റവയ്ക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് റവ എടുക്കുന്നത് അതിൻ്റെ പകുതി മൈദ എടുക്കുക. ഇനി നമുക്ക് ഒരു മിക്സിഡ് ജാർ എടുത്ത് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചിടുക. എത്രയാണോ പൊടിയെടുക്കുന്നത് അതിൻ്റെ ആവശ്യമായ കോഴിമുട്ടയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 6 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം പഞ്ചസാര ഇടുക. ആവശ്യത്തിന് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിൻ്റെ ആവശ്യത്തിനാണ് പഞ്ചസാര ഇടേണ്ടത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇവിടെ ആർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. വേണ്ടവർക്ക് ഇടാം. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ആഡ് ചെയ്യാം. റവ നമുക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കാം. റവ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ നമ്മൾ ആദ്യം പകുതി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി മൈദ ആഡ് ചെയ്യുള്ളൂ. നമുക്ക് ഈ മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് കുഴച്ചെടുക്കാം. കുഴച്ച ശേഷം ബാക്കി വന്ന മൈദയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടവർക്ക് അപ്പസോഡ ഇടാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവാകുന്നത് വരെ കൈ വെച്ച് നന്നായി കുഴക്കുക. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായി കൈ വെച്ച് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവാകുന്നത് വരെ കൈ വെച്ച് നന്നായി കുഴക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 30 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ ഓരോ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. പരത്തുന്നതിൻ്റെ മുൻപായി കല്ലിൽ നെയ്യ് പരട്ടി കൊടുക്കണം കേട്ടോ ആദ്യം. അതിനുശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ പരത്തി വെച്ച മാവ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരിക്കലും കുറച്ച് വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗം കളർ മാറി വരുമ്പോൾ ഇതുപോലെ മറച്ചിട്ട് കൊടുക്കാം. അധികം സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ കളർ മാറി വരും. ഈ ഒരു ലെവലിലാകുമ്പോൾ നമുക്ക് മാറ്റിയിടാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് എടുത്തു വെക്കാം. കണ്ടില്ലേ, കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.